الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ പറഞ്ഞു വന്നത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തെല്ലാം അമലുകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കാരണം ജനങ്ങൾ അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളുമാണ് മരണപ്പെട്ട മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്കും പുണ്യമാണ്, മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, മാതാപിതാക്കൾക്കും അത് പുണ്യമാണ്. അത്തരം കാര്യങ്ങളിൽ രണ്ട് കാര്യമാണ് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഖുതുബയിൽ. ഒന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സകല സമയത്തും പ്രാർത്ഥിക്കുക, സകല വഖത്തിലും പ്രാർത്ഥിക്കുക.
സുജൂദിന് പോലെ, റുക്കൂ പോലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ മരണപ്പെട്ട ഉമ്മയെയും വാപ്പയെയും ഓർക്കുക, പ്രാർത്ഥിക്കുക. അത്തഹിയാത്ത് കഴിഞ്ഞ്, സ്വലാത്ത് കഴിഞ്ഞ് ഖബറിലെ ഫിത്നയിൽ നിന്നുള്ള അദാബിൽ നിന്നുള്ള രക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും പ്രാർത്ഥിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സമയങ്ങളിൽ മരണപ്പെട്ടു പോയ ഉമ്മക്കും വാപ്പക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ശേഷം ഒരുപക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളും ഭൂമിയിൽ ജീവിക്കാൻ സാധ്യതയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസാനത്തെ വ്യക്തി ഒരുപക്ഷെ നമ്മളായേക്കാം. ആ ഒരു ബോധത്തോടെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, അവർക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടുക. ആ കടമുമായി അവർ മരണപ്പെട്ടാൽ അവർക്ക് അതിൽ നിന്ന് ശാന്തി ലഭിക്കില്ല, അവർക്ക് മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ട് അവരുടെ കടം നമ്മൾ വീട്ടുക. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്ത്, നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ഫഅഖ്ലിസൂ ലഹു ദുആ, നിങ്ങൾ ഇഖ്ലാസോട് കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിഷ്കളങ്കമായി അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കുക അയാളോട് ഏറ്റവും വലിയ ബന്ധം പുലർത്തിയ മറ്റൊരാൾക്കാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ മക്കൾ ഇമാമ് നിൽക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകണം. ഇവിടെ പല സ്ഥലങ്ങളിലും പള്ളിയിലെ മുസ്ലിയാക്കന്മാരെയാണ് ഇമാമ് നിർത്താറ്, അതല്ലെങ്കിൽ ഉസ്താദുമാരെയാണ് ഇമാമ് നിർത്താറ്. വാസ്തവത്തിൽ മക്കൾ ദുആ ചെയ്യുന്നത് പോലെ ഇഖ്ലാസോടുകൂടി നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കൽപ്പന, ആ ഒരു നിർദ്ദേശം, അത് ഏറ്റവും പൂർണ്ണമായി അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക മക്കൾ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധു ഇമാമ് നിൽക്കുമ്പോഴാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ആ മനോഹരതയെ പറ്റിയിട്ട്? വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്തിഗ്ഫാറുകളിലെ ശക്തമായ ഇസ്തിഗ്ഫാറാണ് അവിടെ നടക്കുന്നത്. ആ പ്രാർത്ഥന അറിയാത്ത മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാപ്പക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ്. അയാൾ കച്ചവടം പൊളിഞ്ഞതോ മറ്റൊന്നുമല്ല. ഒരു വാപ്പയുടെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ ആ വാപ്പ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോ ദുആ ചെയ്യാൻ അറിയാത്ത മക്കളുണ്ട് എന്നുള്ളതാണ്. അതിനും വലിയൊരു നഷ്ടമില്ലല്ലോ. നമ്മളെല്ലാം മനസ്സിൽ വലിയ നഷ്ടം ദുനിയാവിലില്ല. അല്ലാഹുവേ, നീ എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണേ, വആഫിഹി, അദ്ദേഹത്തിന് സൗഖ്യം നൽകണമേ, വഅഫു അൻഹു, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമേ, വഅക്രിം നുസുലഹ്, അദ്ദേഹത്തിന്റെ പ്രവേശനം, സ്വർഗ്ഗത്തിലെ പ്രവേശനം അത് ആദരണീയമാക്കണേ, വവസ്സിഅ മുദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശനം എവിടെ? ഖബറിലേക്കുള്ള പ്രവേശനം, അതിനെ വിശാലമാക്കണമേ, വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ്, പടച്ചവനെ എന്റെ വാപ്പയെ നീ കഴുകി ശുദ്ധീകരിക്കണേ, വെള്ളം കൊണ്ടും ഹിമം കൊണ്ടും മഞ്ഞുകൊണ്ടും പാപത്തിൽ നിന്ന് എന്റെ പിതാവിനെ നീ കഴുകി ശുദ്ധീകരിക്കണേ, വനഖിഹി മിൻ ഖതായ കമാ നഖൈത സൗബൽ അബ്യള മിൻ അദ്ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കുന്നത് പോലെ എന്റെ പിതാവിനെ, എന്റെ മാതാവിനെ അവരുടെ പാപത്തിൽ നിന്ന് റബ്ബേ നീ ശുദ്ധിയാക്കണമേ, വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഈ വീടിന് പകരം അദ്ദേഹത്തിന് മനോഹരമായ ഖൈറായ മറ്റൊരു വീട് നീ പകരം നൽകണമേ, വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പകരം മറ്റൊരു കുടുംബത്തെ നീ നൽകണമേ, വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിന്റെ ഇണക്ക് പകരം ഇണയെ നീ നൽകണമേ, വഅദ്ഖിൽഹുൽ ജന്ന, അദ്ദേഹത്തെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ, വഖ്ഹി ഫിത്നത്തൽ ഖബർ വഅദാബിൻ നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും
ഖബറിന്റെ ഫിത്നയിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തെ നീ കാത്തിടണമേ. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന വാപ്പക്ക് വേണ്ടി ഒരു മകൻ, ഉമ്മക്ക് വേണ്ടി ഒരു മകൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടെ പ്രാർത്ഥിച്ചാൽ ആ ദുആ മതി. സകല പാപങ്ങളും പൊറുക്കപ്പെട്ടവനായി ഖബറിലേക്ക് വെക്കപ്പെടാൻ വേറെ ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ഇത് പഠിപ്പിച്ചു, നമ്മുടെ മക്കൾക്ക് ഇതിന്റെ ഗൗരവം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ഈ ദുആ ഒരു മയ്യത്തിന് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹം പറയാ, ഹത്താ തമന്നൈതു അൻ അകൂന അന ദാലികൽ മയ്യിത്ത്, ഞാൻ കൊതിച്ചുപോയി ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ. റസൂലുള്ള ദുആ ചെയ്യുന്ന കേട്ടപ്പോഴേ, തൊട്ടടുത്താണല്ലോ ഈ മഅ്മൂം നിൽക്കുന്നത്, റസൂലുള്ളാഹിന്റെ ദുആ കേട്ടപ്പോ പിന്നെ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഞാനെങ്ങാനായിരുന്നെങ്കിൽ ആ മയ്യത്ത് എന്ന് ഞാൻ കൊതിച്ചുപോയി, ആഗ്രഹിച്ചു പോയി. കാരണം ആ ഇസ്തിഗ്ഫാറിന്റെ ഘനം കണ്ടിട്ട്, ആ പാപമോചനത്തിന്റെ ആ ഗൗരവം കണ്ടിട്ട്, പദങ്ങൾ കണ്ടിട്ട്, മനോഹരത കണ്ടിട്ട് അദ്ദേഹം കൊതിച്ചുപോയി, ഞാനായിരുന്നു ഈ മയ്യത്തെങ്കിൽ. ഇതാണ് ആ ദുആ. ആ ദുആ സ്വന്തം വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ചെയ്യാൻ അറിയാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ വാപ്പക്കും ഉമ്മക്കും ദുനിയാവിൽ ലഭിച്ച ഏറ്റവും വലിയ നഷ്ടമാണ് ആ മക്കൾ. അതുകൊണ്ട് വിശ്വാസികളെ വലിയ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. നമ്മൾ ഇങ്ങനെ അടിയന്തരം കഴിക്കാനും ചാവേറ് കഴിക്കാനും കണ്ണൂർ കഴിക്കാനൊക്കെ നമ്മളിങ്ങനെ ഓടി നടക്കും. പക്ഷേ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിൽക്കൂല. അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ കാണാം പെൺമക്കൾ നിസ്കരിക്കൂല വാപ്പക്ക് വേണ്ടി. ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. എന്തെല്ലാം മസ്അലകളാണ് ഓരോ പ്രദേശങ്ങളിലുള്ളത്. ഓരോ പ്രദേശങ്ങളിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ അവസാനം ആ മനുഷ്യന്, ആ പിതാവിന് ഒരു മകൾക്ക് കൊടുക്കാനുള്ള അവസാനത്തെ സമയമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കുക? ആ മയ്യത്ത് അവരുടെ കൺമുമ്പിൽ നിന്ന് ആ ശരീരം മറയുന്ന സമയത്ത് ആ മകള് ഒന്ന് ഇമാമത്ത് നിന്ന് ആ വാപ്പക്ക് വേണ്ടി ദുആ ചെയ്ത് ഇമാമക്കാൻ പാടില്ല. അതാണ് മസ്അല, ഇവിടുത്തെ മസ്അല. ഏത് കിതാബിലെ മസ്അല? ശാഫിഈ മദ്ഹബിലെ കിതാബിൽ പോലും അല്ല അങ്ങനെ കാണുക. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുടെ അനുമാനങ്ങൾ നിങ്ങൾ നോക്കൂ. സ്വഹീഹ് മുസ്ലിം കിതാബുൽ ജനായിസ്, അധ്യായത്തിന്റെ പേരെന്താ? കിതാബുൽ ജനായിസ്, മയ്യത്തും പരിപാലനവുമായി ബന്ധപ്പെട്ട അധ്യായം. ബാബു സ്വലാത്തി അലൽ ജനാസത്തി ഫിൽ മസ്ജിദ്. അതിന്റെ സബ് ഹെഡിങ് എന്താ? ഹദീസ് ചേർത്ത ഹെഡിങ് എന്താ? ആ ബാബ് പിന്നെ അസ്വലാത്തി അലൽ ജനാസത്തി ഫിൽ മസ്ജിദ്, പള്ളിയിൽ പിന്നെ മയ്യത്ത് നമസ്കരിക്കുന്ന അധ്യായം. പള്ളിയിൽ മയ്യത്ത് നമസ്കരിക്കുന്ന അധ്യായം ഇമാം മുസ്ലിം ചേർക്കുക. അവിടെ കാണാം രണ്ട് സംഭവങ്ങൾ കാണാം. ഇമാം മുസ്ലിം ചേർക്കുന്ന അന്ന ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അമറത് അൻ യമുറ ബിജനാസതി സഈദ് ബിൻ അബീ വഖാസ്. ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാണ്, ആയിഷ ബീവി അമറത്, അവർ കൽപ്പിച്ചു, അൻ യമുറ ബിജനാസതി സഈദ് ബിൻ അബീ വഖാസ് ഫിൽ മസ്ജിദ്. സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആര് പറഞ്ഞു? ആയിഷ ബീബി പറഞ്ഞു. ഫതുസല്ലിയ അലൈഹി, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. ഫഅൻകറ അന്നാസു ദാലിക അലൈഹ, അപ്പൊ ജനങ്ങൾക്ക് അതിലൊരു നീരസം തോന്നി. എന്തിനാ? പെണ്ണ് നിസ്കരിച്ചതിനാണോ? അങ്ങനെയാണ് നാട്ടിൽ പറയാ. സ്ത്രീ നിസ്കരിച്ചതുകൊണ്ടാണോ? അതാണ് നാട്ടിൽ പഠിപ്പിക്കുക. ഫഅൻകറ അന്നാസു ദാലിക അലൈഹ, ജനങ്ങൾക്കതിലോട്, ചില ജനങ്ങൾക്ക് അതിനോടൊരു വെറുപ്പ് തോന്നി, ഒരു അനിഷ്ടം തോന്നി. എന്താ? പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ചല്ലോ, അതാണ് അവരുടെ പ്രശ്നം, പെണ്ണ് നിസ്കരിച്ചതല്ല. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം അസ്സലാത്ത് അലൽ ജനാസത്തി ഫിൽ മസ്ജിദ് കൊടുത്തത്. ആ ഹദീസിന്റെ അധ്യായം കൊടുത്തത് എന്താ? പള്ളിയിൽ ജനാസ നിസ്കരിക്കുന്ന അധ്യായം എന്ന് കൊടുത്തത്. അല്ലാതെ പെണ്ണ് ജനാസ നിസ്കരിക്കുന്ന അധ്യായം എന്ന് കൊടുക്കാൻ എന്താ? അതിലാർക്കും തർക്കമുണ്ടായിട്ടില്ല. സ്ത്രീയാണ് നിസ്കരിക്കുന്നത്, പക്ഷേ പള്ളിയിൽ ജനാസ നിസ്കരിച്ചല്ലോ എന്ന ഒരു വെറുപ്പ് വന്നു. ഫഖാലത്ത്, ഇത് ആയിഷ ബീവി അറിഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ചു, മാ അസ്റഅ മാ നസിയ നാസ്, ജനങ്ങൾക്ക് എന്താണ് പറ്റിയത്? എത്ര വേഗമാണ് അവർ മറന്നത്? മാ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അലാ സുഹൈൽ ഇബ്നുൽ ബൈളാ ഇല്ലാ ഫിൽ മസ്ജിദ്. സുഹൈൽ ഇബ്നു ബൈളാഇന്റെ പിന്നെ ജനാസ നബി പള്ളിയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്ന കാര്യം ഇത്ര പെട്ടെന്ന് ജനങ്ങൾ മറന്നുപോയോ? എന്നിട്ട് പള്ളി നിസ്കരിക്കുന്നതിന്റെ മസല പറഞ്ഞ് നടക്കാണ് എന്ന് ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആൾക്കാർക്ക് ഓർമ്മ വന്ന് ശരിയാണല്ലോ, പള്ളിയിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈൽ ഇബ്നുൽ ബൈളാഇന്റെ മയ്യിത്ത് നിസ്കരിച്ചത് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. അവിടെ വെച്ച് ആയിഷ ബീവി തിരുത്തി പള്ളിയിൽ ജനാസ നിസ്കരിക്കാൻ പറ്റൂല എന്ന്. ആരാ നിസ്കരിക്കാൻ പിന്നെ സഅദ് ഇബ്നു അബീ വഖാസിന്റെ മയ്യിത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് കൊണ്ട് പള്ളിയിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പള്ളിയിൽ നിന്നിട്ട് നിസ്കരിച്ചു. ഇനി വേറൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക, അന്നഹാ ലമ്മ തുഫിയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അർസല അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, ആയിഷ ബീവി മാത്രല്ല സകല ഭാര്യമാരും ആളെ അയച്ചു, അൻ യമുറു ബിജനാസതി ഫിൽ മസ്ജിദ്, പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യിത്ത് കൊണ്ടുവരാൻ വേണ്ടി ആളെ അയച്ചു. ഫയുസല്ലീന അലൈഹി, എന്നിട്ട് അവരെല്ലാം തന്നെ ആ മയ്യിത്ത് നിസ്കരിച്ചു. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാ. തലക്കെട്ട് എഴുതിയതാരാ? ഇമാം നബവിയാണ്. ബാബ് എഴുതിയതാരാ? ശാഫിഈ മദ്ഹബിലെ മഹാപണ്ഡിതനായ ഇമാം നബവിയാണ് എഴുതിയത്. എന്നിട്ട് നാട്ടിൽ പെണ്ണ് മയ്യിത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് മസ്അല പറഞ്ഞിടക്കാം. പലയിടത്തും നിങ്ങൾ നോക്കൂ, ഇമാമത്ത് പോലും നിർത്തൂല. സ്ത്രീകൾ ഇമാമ നിന്ന് നിസ്കരിക്കാവുന്ന അവസ്ഥ അത് ചോദ്യം ചെയ്യാം. ഇതൊക്കെ എന്തിനാണ്? ശൈത്താൻ എവിടെ നിങ്ങൾ നോക്കിക്കോ, ശൈത്താൻ മനുഷ്യന് ഒരു ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ തടുക്കാൻ നിൽക്കും. അവിടെ മസ്അല കൊണ്ടുവരും, അവിടെ പണ്ഡിതാഭിപ്രായങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അത് ആ ആളിലേക്ക് എത്തിച്ചേരരുത്, അതിന്റെ സൗബ് പ്രതിഫലം എത്തിച്ചേരരുത് എന്നുള്ള നിലക്ക് ശൈത്താൻ ആളുകളിൽ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, ആണാകട്ടെ പെണ്ണാകട്ടെ, സ്വന്തം വാപ്പയും ഉമ്മയും മരണപ്പെടുമ്പോ അവർക്ക് വേണ്ടി ഇമാമ് നിന്ന് ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ദുആ അത് പ്രാർത്ഥിക്കാൻ അറിയുന്നവനാവുക എന്നത് ഒരു മകളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. മക്കളത് പഠിപ്പിക്കുക, മക്കൾക്കത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂന്നാമത്തേതാണ്. ഇനി നാലാമത്തത് കാണാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത്, ഒരു മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ റസൂലുള്ള ആയിരുന്നു വഖഫ അലൈഹി, ആ മയ്യിത്ത് മറമാടി ഉടനെ പോവൂല, അവിടെ നിൽക്കും റസൂലുള്ള. ഒരു മയ്യിത്ത് വെച്ചാൽ അവിടെ നിൽക്കും. വഖാൽ, എന്നിട്ട് അവിടുന്ന് പറയും, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക. വസലൂ ലഹുൽ തസ്ബീത്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ സ്ഥൈര്യത്തിന് വേണ്ടി ചോദിക്കുക. ഫഇന്നഹുൽ ആന യുസ്അൽ, ഈ സമയത്ത് ഇപ്പൊ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു മയ്യത്ത് മറമാടിയാൽ മക്കളും ബന്ധുക്കളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താ? ആ മയ്യത്ത് മറമാടിയാൽ അവിടെ നിൽക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാറും തസ്ബീത്തും ചോദിക്കുക. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില നിവേദനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ തസ്ബീത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു. ആരാ ഉദ്ധരിച്ചത്? സുനൻ അബൂ ദാവൂദിൽ 3221 ഹദീസായിട്ട് ഉദ്ധരിച്ചു. അല്ലാമ അഷ്ശൈഖ് അൽബാനി സ്വഹഹുൽ അൽബാനി, ഇമാം അൽബാനി അത് സ്വഹീഹാണ് എന്ന് അതിന്റെ ഹുക്മ ചെയ്തിരിക്കുക. അപ്പൊ ഒന്നറിയില്ലെങ്കിൽ ഈ തസ്ബീത്തിനെ സംബന്ധിച്ച്, തസ്ബീത്തിനൊരു രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല. 2 വാക്ക്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു. ഇത്രയെങ്കിലും നമ്മൾ അറിയണം. പിന്നെ റസൂലുള്ള പറഞ്ഞത് എന്താ? നിങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു, നമുക്ക് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകി, നമുക്ക് ഏതും ചോദിക്കാം. അതുകൊണ്ടാണ് നാട്ടിലെ തസ്ബീത്ത്, നാട്ടിലിങ്ങനെ ചൊല്ലുന്ന ഒരു തസ്ബീത്ത് നിങ്ങൾ കേൾക്കാം. ആ തസ്ബീത്ത് ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വാതന്ത്ര്യം നൽകിയ മേഖലയാണ്, എന്തും ചോദിക്കാം. പക്ഷെ റസൂലുള്ള ചൊല്ലിയ 2 കാര്യം വിട്ടുപോകാൻ പാടില്ല. അതേതാ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു. ഇത് വിട്ടുപോകാത്ത തസ്ബീത്ത് ഉണ്ടാവണം. ഇനി ഒരാൾക്ക് അത് അറിയില്ലെങ്കിൽ അയാൾ വെറുതെ മയ്യത്തിന്റെ അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു അല്ലാഹുമ്മ സബ്ബിത്ഹു ഇത്ര ചോദിച്ചാലും തസ്ബീത്തായി. ഇത് പഠിക്കണം. തസ്ബീത്ത് മക്കൾ തന്നെ ചെയ്യണം, നാട്ടുകാരാണ് ചെയ്യാറ്.
നിങ്ങൾ ആലോചിക്കുക, ആ തസ്ബീത്തും മകന്റെ തസ്ബീത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. കുടുംബക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ തസ്ബീത്തും അന്യരായ നാട്ടുകാരുടെ തസ്ബീത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. ആ വ്യത്യാസം ആത്മാർത്ഥായിരിക്കും. ഒരു കാര്യവും അർത്ഥറിയാതെ ചൊല്ലരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പഠിക്കണം. അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ സബ്ബിതുഹു, റബ്ബേ നീ അദ്ദേഹത്തിന് സ്ഥൈര്യം കൊടുക്കണേ, മലക്ക് ചോദിക്കുമ്പോ ഉത്തരം പറയാനുള്ള സ്ഥൈര്യം കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം എന്താ? അടുത്ത കാര്യം, മയ്യത്തിന് നേർച്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അപ്പൻ്റെ നേർച്ച, ഉമ്മൻ്റെ നേർച്ച മക്കൾ അറിയണം. അവർ ചിലപ്പോൾ സുന്നത്ത് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടാവും. ആ സുന്നത്ത് നോമ്പ് നമ്മൾ എടുത്ത് വീട്ടണം. അവർ ചിലപ്പോ വല്ല പാവപ്പെട്ട പിന്നെ ആളുകൾക്ക് ദാനം കൊടുക്കാൻ, സദഖ കൊടുക്കാൻ ഒക്കെ അവർ നേർച്ചയാക്കിയിട്ടുണ്ടാവും. ആ സദഖ നമ്മൾ ചെയ്യണം. ആരാ പഠിപ്പിച്ചത്? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു. അന്ന സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യാണ്, ഇസ്തഫ്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മതവിധി ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി റസൂലേ, വ അലൈഹാ നദറുൻ, അവർക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഒരു നേർച്ച നേർന്നിട്ട് അത് ചെയ്യാൻ കഴിയാതെയാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്. ഫഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇഖ്ലിഹി അൻഹ, ആ നേർച്ച അവർക്ക് വേണ്ടി നീ വീട്ടുക. ഇത് മക്കളും മറ്റുമായ വാപ്പും നേർച്ചകൾ നമ്മൾ വീട്ടുക. ആ നേർച്ചകൾ എന്തായിരിക്കണം? നമുക്ക് വീട്ടാൻ അനുവദിക്കപ്പെട്ടതായിരിക്കണം. നമുക്ക് വീട്ടാൻ അള്ളാഹു അനുവദിച്ചു തന്നതായിരിക്കണം. അത് വീട്ടുക. പിന്നെ നമുക്ക് വീട്ടാൻ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലോ അത് ചെയ്യാനും പാടില്ല. അങ്ങനെയാണ് നേർച്ചകൾ നോക്കേണ്ടത്. ആരെങ്കിലും അള്ളാൻ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടിക്കൊള്ളുക. ആരെങ്കിലും അള്ളാനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കുക. ഇതാണ് നേർച്ചന്റെ കാര്യത്തിൽ. അവരുടെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിലുള്ള നേർച്ചകളൊക്കെ നമ്മൾ വീട്ടണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത കാര്യം എന്താ? അടുത്തത്, വാപ്പക്കുമ്മക്കൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ്. മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മക്കും എൻ്റെ വാപ്പക്കും എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഗിഫ്റ്റ് ഏതാ? ഞാൻ നല്ല മനുഷ്യനായി സ്വാലിഹായി ജീവിക്കുക എന്നതാണ്. അതിലും വലിയൊരു ഗിഫ്റ്റ് എൻ്റെ വാപ്പക്കും ഒക്കെ കൊടുക്കാനില്ല. ആരാ ഇത് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുക. അൻ അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൽ അസ്ലമിയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്. എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ. നിങ്ങൾ പ്രത്യേകം ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഈ ഹദീസിന്റെ തെറ്റായി മനസ്സിലാക്കാനും തെറ്റായി ആചരിക്കപ്പെടാനും സാധ്യതയുള്ളതാണ്. മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, ഖുർആൻ വായിച്ചാൽ, വതഅല്ലമഹു, ആരെങ്കിലും ഖുർആൻ പഠിപ്പിച്ചാൽ, വഅമില ബിഹി, ആ ഖുർആൻ കൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ, ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിൻ ലൗഉഹു മിസ്ലു ലൗഇ ശംസ്. ഉൽബിസ വാലിദാഹു, അവന്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യും? അണിയിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അണിയിക്കും. താജൻ, ഒരു കിരീടമണിയിക്കും. മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്നുള്ള ഒരു കിരീടമണിയിക്കും. ലൗഉഹു മിസ്ലു ലൗഇ ശംസ്, സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന ഒരു കിരീടം അവർ അണിയിക്കും. വയുഖ്സാ വാലിദൈഹി ഹുല്ലതൈനി, രണ്ട് പുടവകൾ, പൊന്നാടകൾ അവർ അണിയിക്കും. ലാ യഖൂമു ബിഹിമ ദുനിയ, ദുനിയാവിൽ ഒരാളെയും അണിയിക്കാത്ത, ഒരാളും അണിഞ്ഞിട്ടില്ലാത്ത പൊന്നാടകൾ അവർ അണിയിക്കും. ഫയഖൂലാനി, ആ സമയത്ത് ആ വാപ്പയും ഉമ്മയും പറയും, ബിമ കുസീന, ഞങ്ങളെ എന്തുകൊണ്ടാണ് അണിയിച്ചത്? ഞങ്ങൾ എന്താണ് ഇങ്ങനെ ആദരിക്കപ്പെട്ടത്? ഞങ്ങളെ എന്താണ് ഇങ്ങനെ പിന്നെ പ്രത്യേകമായി നീ ആദരിക്കുന്നത് എന്ന് ആ മാതാപിതാക്കൾ ചോദിക്കും. ഫയുഖാൽ, അവരോട് പറയും, ബി അഖദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ സ്വീകരിച്ചു. നിങ്ങളുടെ മക്കൾ ഖുർആൻ സ്വീകരിച്ചു.
ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട്, ആ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്തത് കൊണ്ട് അതിന്റെ പ്രതിഫലമായി, ആദരവായി നിങ്ങളുടെ നാഥൻ അവിടെ മരണാനന്തര ജീവിതത്തിൽ ആദരിക്കുന്നു എന്ന് അവർക്ക് മറുപടി കിട്ടും. ഈ ഹദീസ് എടുത്തിട്ടാ ഖുർആൻ ഓതാനിരിക്കുന്നത്. എവിടെ? മയ്യത്തിന്റെ അടുത്ത് ഹത്തപ്പുര കെട്ടിയിട്ട്. നിങ്ങൾ നോക്കൂ, ഇത് ഖുർആൻ അങ്ങനെ സ്പെഷ്യലായി ഓതിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ മയ്യത്ത് ഈ ഹദീസിൽ ഏതൊക്കെ പറഞ്ഞു? മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, അപ്പൊ കത്തപ്പുര കിട്ടാം. തൊട്ടടുത്ത വാചകം വതഅല്ലമഹു, ഖുർആന് പിന്നെ ദർസ് നടത്തണം. അപ്പൊ മയ്യത്തിന്റെ ചുറ്റും എന്താ ദർസ് നടത്താത്തത്? അവിടെ ഇരുന്നിട്ട് കുറെ പിന്നെ ദർസ് നടത്തണ്ടേ? പിന്നെയോ വഅമില ബിഹി, ആ ഖുർആൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ അമലും ചെയ്യാം. ശൈത്താൻ എങ്ങനെയാണ് നമുക്ക് പ്രതിഫലം നൽകാതിരിക്കാൻ, മരണപ്പെട്ടവർക്ക് പ്രതിഫലം കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങളിൽ കൃത്രിമമുണ്ടാക്കുന്നത്, ബിദ്അത്ത് ഉണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ പറഞ്ഞെന്താ? ഒരു മനുഷ്യൻ സാധാരണ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കാര്യമാണ്. അല്ലാണ്ട് ഖബറിന്റെ അവിടെ പോയിരുന്നിട്ടോ മയ്യത്തിന്റെ അടുത്തിരുന്നിട്ടോ ഖുർആൻ പാരായണം ചെയ്യുന്ന സിസ്റ്റല്ല നമ്മളെ കൊണ്ട് അതാ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഹദീസിന്റെ അമലൊക്കെ കഴിഞ്ഞു, കത്തപ്പുര കിട്ടിയാൽ ഹദീസിന്റെ അമല് കഴിഞ്ഞു, അല്ലെങ്കിൽ മയ്യത്തിന് ചുറ്റിരുന്നിട്ട് ഖുർആൻ ഓതിയാൽ അമല് കഴിഞ്ഞ്. അങ്ങനെ ബിദ്അത്തായ കാര്യം ചെയ്യിപ്പിച്ചിട്ട് സുന്നത്തായ കാര്യം ശൈത്താൻ നമ്മളിൽ നിന്ന് ചെയ്യിപ്പിക്കാതിരിക്കും. അതാ ശൈത്താൻ ചെയ്യുന്നത്. ഈ പറയുന്നത് ഒരു മനുഷ്യൻ സാധാരണ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ, ആ ഖുർആൻ ഓത്തുകൊണ്ട് ആർക്ക് പ്രതിഫലം കിട്ടും? മാതാപിതാക്കൾക്ക് കൂടി കിട്ടും. അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും ഖുർആൻ പഠിപ്പിച്ചാൽ ആ പഠിപ്പിച്ചതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്കും കിട്ടും. അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും ഖുർആൻ കൊണ്ട് അമൽ ചെയ്താൽ ആ അമലിന്റെ പ്രതിഫലത്തിൽ നിന്ന് മാതാപിതാക്കൾക്കും ഒരു പ്രതിഫലം കിട്ടും. ഇങ്ങനെ മാതാപിതാക്കൾക്ക് അവൻ ഹദിയ കൊടുക്കാതെ പടച്ചോന് വേണ്ടി അന്വേഷിച്ചപ്പോ അള്ളാഹ് അവനിൽ നിന്ന് ഒരു അജ്ർ ആ മാതാപിതാക്കൾക്ക് നീക്കി വെച്ചു. നമ്മൾ ചെയ്യുന്ന പണി എന്താ? നമ്മൾ നേരെ ഹദിയാക്കാണ് ഖുർആൻ ഓതിയിട്ട്. നമ്മൾ നേരെ ഇതെന്റെ ഉമ്മാന്റെ ഖബറിലേക്ക്, ഇതെന്റെ വാപ്പാന്റെ ഖബറിലേക്ക് ഇങ്ങനെ ഹദിയാക്കാണ്. ഈ ഹദിയാക്കാൻ അള്ളാഹു റസൂലെ നമ്മളെ പഠിപ്പിച്ചില്ല. നീ അള്ളാഹ്ക്ക് വേണ്ടി ഖുർആൻ ഓതിയാ മതി, എത്തിക്കും മലക്കങ്ങട്. ആ എത്തിക്കൽ തടസ്സപ്പെടുത്താൻ നമ്മൾ നെയ്യത്തിനെ പിശാചൊന്നും മാറ്റും, ഹദിയാക്കും. പിന്നെ എത്തിക്കാൻ ആളുണ്ടാവൂല. പിന്നെ ആ ഓത്തിന്റെ പ്രതിഫലം വാപ്പക്കൂല്ല, ഉമ്മക്കൂല്ല. മനസ്സിലായോ? അമല് ചെയ്യുമ്പോ ഹദീസിന്റെ ആ പദത്തിന്റെ അപ്പുറത്ത് പോകാതെ ചെയ്യണം. പോയാൽ പിന്നെ കൂലിയിട്ടൂല. അതുകൊണ്ട് വേറെ ഒരു ഹദിയ എത്തിക്കണ്ട, ഒരു കത്തപ്പുര കെട്ടണ്ട, മയ്യത്തിന്റെ ചുറ്റിരുന്നിട്ട് ഓതണ്ട, ഒന്നും വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്താൽ അമല്, ഖുർആൻ കൊണ്ട് അമല് ഈ ആർക്ക് വേണ്ടിയിട്ടാ? മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാ. ഖുർആൻ കൊണ്ട് അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഇങ്ങനത്തെ അമൽ സ്വാലിഹാത്തില്ലേ ഖുർആൻ പഠിപ്പിച്ച. അത് ആരെങ്കിലും ചെയ്താൽ അതീന്നും കിട്ടും ഒരു ഓഹരി മാതാപിതാക്കൾക്ക്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായിട്ടുള്ള മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന തക്രീമാത്താണിത്, ആദരവാണത്. ആ ആദരവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കാരം വാപ്പക്ക് വേണ്ടി നിസ്കരിക്കോ? ഉമ്മക്ക് വേണ്ടി നിസ്കരിക്കോ? വാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യോ? ആ രൂപത്തിൽ അത് ചെയ്യാ. ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് കൂടി ഒരു ഓഹരി കൊടുക്കും? മാതാപിതാക്കൾക്ക് കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, സാധാരണ ഒരു കൂലി കിട്ടുന്ന ഏർപ്പാടായിട്ട് ചെയ്യുക. എങ്കിൽ ഒരു ഓഹരി അള്ളാഹു മാതാപിതാക്കൾക്ക് എത്തിക്കും. ഖുർആൻ പഠിപ്പിക്കുമ്പോ പടച്ചവന്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യുക. അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ഓഹരി ഉണ്ടാകും. ഖുർആനിൽ അമല് ചെയ്യുമ്പോൾ ആ അമല് എന്ത് ചെയ്യുക? നേരെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. ഓഹരി മാതാപിതാക്കൾക്ക് ഉണ്ടാവും. ഇനി മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചില കർമ്മങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അതാണ് നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചുപോയ വാപ്പക്കും ഉമ്മക്കും വേണ്ടി നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ആ കർമ്മങ്ങൾ എന്തെന്ന് കൂടി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂല, ഇത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടം പോലെയല്ല, നമുക്ക് തോന്നിയത് പോലെയല്ല, മറിച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.
അത് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അവർ പഠിപ്പിച്ചതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുക. ഇൻഷാ അള്ളാഹ് എന്താണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ സദാസമയം അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അള്ളാഹുവും റസൂലും നമുക്ക് നമ്മുടെ മരണപ്പെട്ട ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെയ്യാൻ അനുവദിച്ച, പഠിപ്പിച്ച, മാതൃക കാണിച്ച അമലുകൾ പഠിച്ച് മനസ്സിലാക്കി അത് അവർക്ക് വേണ്ടി ചെയ്യാനും അതിൻ്റെ അജ്ർ, പ്രതിഫലം അവർക്ക് ലഭിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അനുവദിച്ച, മാതൃക കാണിച്ച, അനുവാദം നൽകിയ ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങളെ പറ്റിയിട്ടാണ്. എല്ലാതും നമുക്ക് നിർവഹിക്കാൻ അല്ലാഹുവോ റസൂലോ അനുവാദം നൽകിയിട്ടില്ല. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതകാലത്ത് അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എല്ലാം പകരമായി നമുക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ പകരമായിട്ട് ചെയ്യാൻ അള്ളാഹു റസൂൽ അനുവദിച്ചു. ഉദാഹരണത്തിന്, നമ്മുടെ വാപ്പയ്ക്കും ഉമ്മക്കും നമസ്കാരം ഖളാ ഉണ്ടെന്ന് വിചാരിക്കാം. നമസ്കാരം ഖളാ ഉണ്ടെങ്കിൽ ആ ഖളാ എനിക്ക് വീട്ടാൻ പറ്റുമോ? എൻ്റെ വാപ്പ മരണപ്പെട്ടു, അദ്ദേഹം കുറേ നമസ്കാരം ഖളാ ആക്കിയിട്ടുണ്ട്, നിസ്കരിക്കാതിരുന്നിട്ടുണ്ട്. ആ നിസ്കാരം ഞാൻ ഖളാ വീട്ടാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു മാതൃക അല്ലാഹു റസൂലോ പറഞ്ഞു തന്നിട്ടില്ല, കാണിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരം വ്യക്തിക്ക് വേണ്ടി ചെയ്യുക എന്നതല്ലാതെ ആ വ്യക്തിക്ക് വേണ്ടി അവന്റെ വലിയന് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അള്ളാഹും റസൂലും വ്യക്തിക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്തത്. എന്നാൽ അയാൾക്കും ചെയ്യാം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാം, മരണശേഷം മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ അനുവദിക്കപ്പെട്ട ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനാണ് ഹദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ തോന്നലുകളോ നാട്ടാചാരങ്ങളോ നമ്മളെ മഹല്ലിൽ നടപ്പുള്ളതോ ഏതെങ്കിലും അറബി കിതാബുകളിൽ എഴുതി വെച്ചതോ അതങ്ങനെ വാപ്പക്കുമ്മക്കും വേണ്ടി ചെയ്യുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഖുർആൻ എന്ത് പഠിപ്പിച്ചു, ഹദീസുകൾ എന്ത് പഠിപ്പിച്ചു, എത്ര വലിയ പണ്ഡിതനായാലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതിന് തെളിവായിട്ട് ഹദീസ് പറയണം, അല്ലെങ്കിൽ ആയത്ത് പറയണം. നമ്മൾ ചോദിക്കണം, ഇന്നത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, എന്താ തെളിവ്? ദലീലിനോട് കൂടി പറയാൻ ചോദിക്കണം. ഏത് മനുഷ്യനോട് എന്ത് വിഷയത്തിലും മസ്അല പറഞ്ഞാലും ഹുക്മ പറഞ്ഞാലും ദലീലോട് കൂടി പറയുക, തെളിവോട് കൂടി പറയുക. ആ ദലീൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കൂ. അല്ലെങ്കിൽ ഒരാൾ ദലീലില്ലാതെ പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചാലോ അത് തഖ്ലീദായി, അന്ധമായ അനുകരണായി. തഖ്ലീദ് പാടില്ലാത്തതാണ്. മറിച്ച് ദലീലോട് കൂടി മാത്രമേ, തെളിവോട് കൂടി മാത്രമേ, ഖുർആനും ഹദീസോട് കൂടി മാത്രമേ ഒരാളുടെ വാക്ക്, ഒരാളുടെ മസ്അല, ഒരാളുടെ ഹുക്മ് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലാത്ത സ്വീകരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മസ്അലകളും ഹുക്മുകളും സ്വീകരിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ചില സഹോദരങ്ങൾ, ഈ പള്ളിയിൽ വരുന്ന ചില സഹോദരങ്ങൾ, അവർക്ക് വലിയ വേദനയുള്ള, പ്രയാസമുള്ള അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം.
മെഡിസിനും പിന്നെ ചികിത്സ കൊണ്ടും കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു എന്ന് അവരുടെ ബന്ധുമിത്രാദികൾ അറിയിക്കുകയുണ്ടായി. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അവർക്ക് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മളെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ ഫിത്നകളെ തൊട്ടും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. സമാധാനത്തോടു കൂടി ജീവിക്കാനും സമാധാനത്തോടു കൂടി മരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين.